എം.ടിയുടെ കഥാപാത്രങ്ങളായി പലരും അരങ്ങിലെത്തിയിട്ടുണ്ടെങ്കിലും എം.ടി.ആയി അരങ്ങിലെത്താൻ അവസരം ലഭിച്ചത് മനുവിനായിരുന്നു. താനൂർ സ്വദേശിയായ മാധ്യമപ്രവർത്തകൻ കൂടിയായ മനു വിശ്വനാഥാണ് എം.ടിയുടെ സാഹിത്യ ജീവിതം ദൃശ്യാവിഷ്കാരമായപ്പോൾ എം.ടി വാസുദേവൻ നായരായി അരങ്ങിലെത്തിയത്. കോഴിക്കോട് ടാഗോർ തിയേറ്ററിൽ അന്ന് ആദ്യ ദൃശ്യാവിഷ്കാരം കാണാൻ സാക്ഷാൽ എം.ടിയും എത്തിയിരുന്നു. കളിയുടെ രസത്തിൽ തുടങ്ങിയ എഴുത്ത് എനിക്കൊരു ജീവിതം വായനക്കാരത്ത് വലിയൊരു വായനാ സമൂഹം കൂട്ടിനുണ്ട്. എനിക്ക് നന്ദിയുണ്ട് എൻ്റെ വായനക്കാരോട്, എഴുതാൻ പ്രാപ്തമാക്കിയ മഹാശക്തിയോട്, എല്ലാവരും. മരണത്തെക്കുറിച്ചുള്ള സങ്കല്പം ഒരു ജ്വാല പെട്ടെന്നൊരു കാറ്റ് വന്നണയുന്നത് പോലെ അണഞ്ഞുപോയാൽ നല്ലത്. എം.ടിയുടെ കഥാപാത്രമാകാൻ പലർക്കും ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. നിർമാല്യത്തിലെ വെളിച്ചപ്പാടായ പി.ജെ. ആന്റണിയും ചന്തുവായി മമ്മൂട്ടിയും വൈശാലിയും അങ്ങനെ എം.ടി വാസുദേവൻ നായരുടെ തൂലികത്തുമ്പിൽ നിന്നുതിർന്ന കഥാപാത്രങ്ങളാകാൻ ഒട്ടനവധി മഹാ അഭിനേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കഥാപാത്രങ്ങളുടെയൊക്കെ പിതാവായ എം.ടി ആയി തന്നെ അരങ്ങിലെത്തുക അതിലേറെ ഭാഗ്യമാണ്. എം.ടിയുടെ സാഹിത്യ ജീവിതം ദൃശ്യാവിഷ്കാരമായപ്പോൾ അതിൽ എം.ടി വാസുദേവൻ നായരായി അരങ്ങിലെത്താനുള്ള ഭാഗ്യം ലഭിച്ചത് താനൂർ സ്വദേശിയായ മനു വിശ്വനാഥിനായിരുന്നു. ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം എം.ടി വാസുദേവൻ നായർക്ക് സമ്മാനിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന എം.ടി ഫെസ്റ്റിവലിൽ 2017 ദൃശ്യാവിഷ്കാരം അവതരിക്കപ്പെട്ടത്. ഓഡിഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട് മനു എം.ടി ആയി നിറഞ്ഞാടുമ്പോൾ ദൃശ്യാവിഷ്കാരം കാണാൻ സാക്ഷാൽ എം.ടി വാസുദേവൻ നായർ ടാഗോർ തിയേറ്ററിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. കഥയുടെ മഹാസാഗരമേ, പ്രണാമം. അങ്ങേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന. ഞാൻ മാത്രമല്ല, അങ്ങയുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ. അങ്ങ് ആരാണെന്ന് ഒരു ഔപചാരികതയോടെ ചോദിച്ചാൽ എന്തു പറയും? വെറുമൊരു സന്ദർശകൻ, തീർത്ഥാടകൻ. നാളെ വീണ്ടും യാത്ര ആരംഭിക്കും. മറ്റൊരു ഇടത്താവളം തേടി യാത്രകൾ അവസാനിക്കുന്നു. ദൃശ്യാവിഷ്കാരം കഴിഞ്ഞതും വേദിയിലെത്തി എം.ടി സന്തോഷം പ്രകടിപ്പിച്ചതും മനു ഇന്നും ഓർത്തെടുക്കുന്നുണ്ട്. എം.ടി വാസുദേവൻ നായർ എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ മമ്മൂട്ടിയും മോഹൻലാലും അങ്ങനെ ഒരുപാട് നമ്മൾക്ക് അറിയപ്പെടുന്ന ഒരുപാട് പേര് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അരങ്ങിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 2017 ദേശാഭിമാനി എം.ടി ഫെസ്റ്റിവലിൽ നടക്കുന്ന സമയത്ത് പ്രശാന്ത് നാരായണൻ സംവിധാനം ചെയ്തൊരു മഹാസാഗരം എന്നൊരു ദൃശ്യാവിഷ്കാരം, അത് എം.ടിയുടെ കഥാപാത്രങ്ങളും എം.ടിയുടെ കഥകളും എം.ടിയുടെ ജീവിതമൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ആ നാടകം മുന്നോട്ട് പോയത്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഓഡിഷന് പോകുന്നു, അതിന് സെലക്ട് ചെയ്യപ്പെടുന്നത്. ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു നാടകം. ആ നാടകത്തിൽ സാക്ഷാൽ എം.ടി ആയിട്ട് അരങ്ങിൽ വരുന്ന സമയത്ത് ഇത് കാണാനായി കോഴിക്കോട് ടാഗോർ തിയേറ്ററിൽ എം.ടി മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്ത് ഒരു വലിയൊരു സന്തോഷവും അഭിമാനവും നിറഞ്ഞിരിക്കുന്ന ഒരു നിമിഷമായിരുന്നു. 1.5 മണിക്കൂറായിരുന്നു ദൃശ്യാവിഷ്കാരത്തിന്റെ ദൈർഘ്യം. 4 കെട്ട്, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയടത്തി, വളർത്തുമൃഗങ്ങൾ, ഒരു വടക്കൻ വീരഗാഥ, ദയ, 2-ാം മൂഴം, മഞ്ഞ്, കാലം, നിർമാല്യം, വൈശാലി എന്നീ കൃതികൾ ഈ സമയത്തിനിടെ അരങ്ങിലെത്തി. വി.ആർ. സുധീഷിന്റെ രചനയിൽ പ്രശാന്ത് നാരായണനായിരുന്നു ദൃശ്യാവിഷ്കാരം സംവിധാനം ചെയ്തത്. ഒടുവിൽ എഴുത്തിന്റെ ആ മഹാസാഗരം നിലയ്ക്കുകയാണ്. ഒരു ജ്വാല പെട്ടെന്നൊരു കാറ്റു വന്നണയുന്നതുപോലെ അണഞ്ഞു പോയാൽ നല്ലതെന്നായിരുന്നു എം.ടി തന്നെ ഒരിക്കൽ മരണത്തെക്കുറിച്ച് പറഞ്ഞത്. ക്യാമറമാൻ വൈഷ്ണവിനൊപ്പം എം.പി. ജംഷീർ, കേരള വിഷൻ, താനൂർ.